ട്രെയിൻ നമ്പർ 126 ന്യൂഡൽഹി തിരുവനന്തപുരം കേരള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കായംകുളം ജംഗ്ഷൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചു. കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അടുത്തിടെ നിർമ്മിച്ച മേൽക്കൂര ചോർന്നൊലിച്ചത് യാത്രക്കാർക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കി. ചോർച്ച കാരണം പ്ലാറ്റ്ഫോമിൽ വെള്ളം കെട്ടിക്കിടക്കുകയും വൈദ്യുതാപകട ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. പുതുതായി നിർമ്മിച്ച മേൽക്കൂരയുടെ സീലിംഗിലാണ് ചോർച്ച രൂക്ഷമായിരിക്കുന്നത്. മേൽക്കൂരയിൽ നിന്ന് വരുന്ന മഴവെള്ളം സീലിംഗിൽ തങ്ങി നിൽക്കുകയും വിടവുകളിലൂടെ താഴേക്ക് ഒഴുകുകയും ചെയ്യുന്നതാണ് പ്രധാന പ്രശ്നം. സീലിംഗിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഭാരം വർദ്ധിപ്പിക്കുകയും അത് അടർന്നു വീഴാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ സീലിംഗിന് മുകളിലൂടെയാണ് ലൈറ്റുകൾ, ഫാനുകൾ, അനൗൺസ്മെന്റ് സിസ്റ്റം എന്നിവയ്ക്കുള്ള ഇലക്ട്രിക്കൽ വയറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ചോർച്ച കാരണം ഈ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിലേക്ക് വെള്ളം കയറുകയും ഉപകരണങ്ങൾ നശിക്കുകയും ചെയ്യുന്നു. ഫാനുകളിലൂടെ പോലും വെള്ളം താഴേക്ക് വീഴുന്ന സ്ഥിതിയാണ്. പ്ലാറ്റ്ഫോമിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് യാത്രക്കാർ തെന്നി വീഴാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. മേൽക്കൂരയുടെ തൂണുകൾ ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവ അലൂമിനിയം ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ നിലയിലാണ്. സീലിംഗും അലൂമിനിയം ഷീറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. മഴ പെയ്യുമ്പോൾ വെള്ളം തൂണുകളിലൂടെ താഴേക്ക് ഇറങ്ങുന്നത് അപകടകരമായ മറ്റൊരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സീലിംഗിലൂടെ കടന്നുപോകുന്ന ഇലക്ട്രിക് വയറുകളുടെ ഇൻസുലേഷന് കേടുപാടുകൾ സംഭവിച്ചാൽ വെള്ളം വഴി വൈദ്യുതി പ്രവഹിക്കാനും യാത്രക്കാർക്ക് ഷോക്ക് ഏൽക്കാനും സാധ്യതയുണ്ട്. നിർമ്മാണത്തിലെ അപാകതകൾ മൂലമാണ് പുതിയ മേൽക്കൂര ചോരുന്നതെന്നും ഇത് ഉടൻ പരിഹരിക്കണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം. गाड़ी नंबर 12626 न्यू दिल्ली तिरुवनंतपुरम केरला सुपरफास्ट एक्सप्रेस थोड़ी ही देर में कायंगुलम जंक्शन प्लेटफॉर्म नंबर 4 पर